അപ്പച്ച അപ്പച്ച അപ്പച്ച. എൻ്റെ കുഞ്ഞേ, മൂത്ത ചേട്ടൻ ഒരു 1000 രൂപയുടെ ഡ്രാഫ്റ്റോ 10000 രൂപയുടെ ഡ്രാഫ്റ്റോ അയച്ചു തന്ന അതിനെല്ലാം കണക്കുണ്ട്. അവൻ പറയും നിന്നെ സഹായിച്ചത്, നിന്നെ പിടിച്ചു നിർത്തിയത് ഞാനാണ്. പക്ഷെ എൻ്റെ ദൈവം മഹത്വം ആർക്കും കൊടുക്കത്തില്ല. എന്റെ ദൈവം മഹത്വം ആർക്കും കൊടുക്കത്തില്ല. എബിപ്പാസ്റ്ററെ വിളിച്ചത് ഒരു പ്രസ്ഥാനമല്ല. ഇവിടെ ഇരിക്കുന്ന അഭിഷക്തന്മാരെ വിളിച്ചത് ഒരച്ചായനല്ല, ഒരമ്മാമയല്ല. വിളിച്ചത് തേജസ്സുള്ള ദൈവമാ. അവന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. റാബ സന്ദരാജാര അടമ സന്ദരാജാര സിയാതാര അടമ ശംബരാധരാദിയ. ദൈവമാ വലുത്. നാവ് തുറന്നു പറ, ദൈവമാ വലുത്. നമ്മുടെ കർത്താവാ വലുത്. നമ്മുടെ യേശുവാ. ഇന്ന് പകല് നിങ്ങൾ അതങ്ങോട്ട് ഉരുവിട്ട് തുടങ്ങണം. അപ്പം നിങ്ങൾ വലുതായി കാണുന്നതെല്ലാം ചെറുതാകാൻ തുടങ്ങും. ഓ റബാ ലഗടക സിയൻബര ബൗഡ. കടഭാരമല്ല വലുത്, എൻ്റെ കർത്താവ് വലുത്. ശുശ്രൂഷയല്ല വലുത്, എൻ്റെ ദൈവമാ വലുത്. അച്ചായനോ അമ്മാമയല്ല വലുത്, സഭയല്ല വലുത്. ആ റബ ശന്ദരാധരഘടകസിയ അന്തരാ ജനഘടകസിയ അത്തര ബൗഡബാ. രക്തത്താലെ ജയം. അങ്ങനെ വലിയൊരു ദൈവത്തെ കൂടെ നിർത്തി ആര് കയറി പോവാ? ദാവീദും ഗോലിയാത്തും വന്നില്ലേ പിന്നെ എന്തോ ഉപവാസ പ്രാർത്ഥനയാ? ദാവീദും ഗോലിയാത്തും വരാത്ത ഉപവാസ പ്രാർത്ഥന അല്ല. അയ്യോ മിണ്ടുന്നില്ല. വരണമെന്നേ, ഒരു തെറ്റുമില്ല. അയ്യോ ചെല്ലു പറയും ദാവീദിനെയും ഗോലിയാത്തിനെയും പറഞ്ഞു. ഒരു പട്ടി നേരെ വന്നാൽ ഞാൻ ഓടും. ഞാനാ പറയുന്നേ. എത്ര പേരുണ്ട് ഇവിടെ? ഇന്നാളൊരു അച്ഛൻ എന്നോട് പറഞ്ഞു ദാവീദിനെ പറയണ്ടെന്ന്. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു പറയണ്ടെന്ന്? ഒരു പട്ടിയുടെ നേരെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അച്ഛൻ സിംഹത്തെ കീറിയിട്ടുണ്ടോ? കോഴിയെ കൊല്ലണമെങ്കിൽ അമ്മാമ്മയുടെ സഹായം വേണം. അച്ഛൻ പറയാ ദാവീദിനെ എന്ത് ചെയ്യരുത്. പിന്നെ ഈ പുസ്തകം സത്യമായതുകൊണ്ട് ബലഹീനത എന്ത് ചെയ്തിട്ടുണ്ട്? പക്ഷെ അദ്ദേഹത്തെ വ്യാപരിച്ച അഭിഷേകത്തിൻ്റെ 100-1 നമ്മുടെ മേലുണ്ടോ? ഒരു സിംഹം നേരെ കയറി വന്നപ്പോൾ അതിനെ കീറണമെങ്കിൽ അവൻ എന്തോ ധൈര്യമാ. ഒരു കരടി നേരെ കയറി വന്നപ്പോൾ അതിനെ കീറണമെങ്കിൽ അവൻ്റെ അകത്ത് വ്യാപരിച്ച അഭിഷേകം. ശരിയാ, പുതിയ നിയമ വിശ്വാസികളാ. 1000 രൂപ കടം വരുമ്പോൾ പതറുന്ന നമ്മുടെ ഹൃദയത്തിന് നേരെ പഴയ നിയമ വിശ്വാസിയായ ദാവീദ് ഒരു വെല്ലുവിളിയാ. അങ്ങനെ പഠിക്കണ്ടേ? എടാ, അന്യഭാഷ പറയുന്ന, അഭിഷേകത്തിൽ നൃത്തം ചെയ്യുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി ദാവീദ് നിൽക്കുക. 3-4 മണിക്കൂർ അന്യഭാഷ പറയുന്ന നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി ഹന്ന ഇറങ്ങി വരിക. അല്ലയോ? പഴയ നിയമം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഹന്ന, അയ്യോ, ഞാനിങ്ങനെ ചിന്തിക്കുക. വീടിനകത്ത് എൽക്കാന പറഞ്ഞു ഞാൻ നിനക്ക് 10 പുത്രന്മാരെ കാട്ടി നല്ലത് കൊണ്ടോ. അപ്പോൾ എൽക്കാനയുടെ സ്നേഹം ആരോടാ? സത്യം പറഞ്ഞ സാറായിയുടെ കൂട്ട് ഹന്നയ്ക്ക് മാറല്ലോ. ഒന്ന് ചിന്തിച്ചേ. അബ്രഹാമിനെ അങ്ങ് വശപ്പെടുത്തി ആരെ പുറത്താക്കാം? ഹാഗറിനെ പുറത്താക്കിയതുപോലെ ഇവിടെ എൽക്കാനയോട് ചേർന്ന് നിന്ന് ആരെ പുറത്താക്കാം? പെനീനെ. പക്ഷേ പെനീനെ പുറത്താക്കിയാലും വിഷയം മാറുമോ? കണ്ടോ? വീടിനകത്ത് പോർമുഖം തുറക്കാൻ ഒരു സാധ്യത ആരുടെ മുമ്പിലുണ്ട്. സാധ്യത ഇല്ലാത്തടത്തും മിണ്ടാതിരിക്കുന്ന കാര്യമല്ല പറഞ്ഞേ. എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും മിണ്ടാതിരിക്കുന്നതിനെ അഭിഷേകമെന്ന് പറയുന്നേ. സാധ്യതകൾ ഉള്ളിടത്തും മിണ്ടാതിരിക്കുക. എബിപ്പാസ്റ്റർക്ക് വോയിസ് ഇല്ലാത്തടത്ത് മിണ്ടാതിരിക്കുന്നത് ഭക്തന്റെ ലക്ഷണമാണോ? അവിടെ വോയിസ് ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല. പക്ഷേ വോയിസ് ഉള്ളിടത്ത് എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നു?
വീടിനകത്ത് പോർമുഖം തുറക്കാൻ സാധ്യതയുള്ളപ്പോഴും അവള് വീടിനെ ജയിച്ചു. ഇന്നു പകല് വീടിനെ ജയിക്കുന്ന ചില ഹന്നാമാർ എഴുന്നേക്കണം. ഭർത്താവ് ഒന്ന് പറയുമ്പോ രണ്ട് പറയുന്നതല്ല. ഓ രബ ശംദനാദന, അയൽക്കാർ ഒന്ന് പറയുമ്പോ രണ്ട് പറയുന്നതല്ല. ഉഡബ സദന ജനാദിയ, നീ നിന്റെ വീടിനെ ഒന്ന് ജയിക്ക. അവിടെ ഒരു പോർമുഖം തുറന്നാലും ഇച്ചിരി കഴിയുമ്പോൾ പെനീനയുടെ സ്ഥാനത്ത് വേറൊരാൾ വരുമെന്ന് ആർക്കറിയാം? മനസ്സിലാകണം. ഇന്ന് എതിര് നിൽക്കുന്നവരുടെ സ്ഥാനത്ത് അവർ മാറിയാലും നാളെ അവരുടെ സ്ഥാനത്ത് വേറൊരാൾ വരും. നമുക്ക് ആ മാറ്റം വരണ്ടിയേ. എബിപ്പാസ്ത്ര ശത്രുക്കൾ നശിക്കരുതെന്നേ. നമുക്കെതിരെ നിൽക്കുന്നവർ ഇപ്പൊ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടല്ല. ഞാൻ ഏത് വണ്ടി വന്നാലും രഞ്ജിപ്പാസ് വാസ് വിഷയമുണ്ടോ? പക്ഷെ എൻ്റെ സ്ഥലത്ത് എന്നെ പിടിച്ചൊതുക്കാൻ നോക്കിയവർ നോക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇന്നോവ വരുന്നു, അടുത്ത ദിവസം വേറൊരു വണ്ടിയെ വരുന്നു. അവൻ പല്ല് കടിക്കാൻ തുടങ്ങും. മനസ്സിലാകുന്നോ? അപ്പം ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എനിക്കെതിരെ നിൽക്കുന്ന ഒരു ദീർഘായുസോടൊന്ന് ഇരിക്കണേന്നാ. പലരുടെയും പ്രാർത്ഥന മാറിയേ ഒക്കത്തുള്ളൂ. യോ മിണ്ടുന്നില്ല. ശത്രുക്കൾ നശിക്കാൻ പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുക, ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം കുത്താൻ ചിലരെ ദൈവം ഒരുക്കിയോണ്ടാ. ഇന്ന് ഇവിടെ യുവാസത്തിൽ വന്നത് എന്താ? എല്ലാം അനുകൂലമായിട്ടാണോ? അല്ല. ചിലർ തമാശക്ക് പറയുന്നത് പോലും ചങ്കിനകത്തോട്ട് എന്ത് ചെയ്യും? അങ്ങ് കയറും. അപ്പോഴാ കണ്ണിന്ന് കുടുകൂടാന്ന് എന്ത് ചെയ്യുന്നേ? കണ്ടോ? ആ കുടുകൂടാ വന്നോണ്ടല്ലേ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നേ. അന്ന് ആ അമ്മാമ അങ്ങനെ കുത്തിയില്ലായിരുന്നേ. ഈ ഹോശന്ന പറയുന്നവരെ കാട്ടി ക്രൂശിക്കാന്നുള്ളവരാ നമുക്ക് ഗുണമാകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ശത്രുക്കൾ വർദ്ധിക്കുമ്പോൾ മനസ്സിലാക്കണം, മേശയുടെ വലിപ്പവും വർദ്ധിക്കുക. അവൻ പല്ല് കടിക്കുന്നതിനനുസരിച്ച് അവൻ ഉരുകുമ്പോ നീ അടുത്ത മണ്ഡലങ്ങളിലേക്ക് ഒരു വീടല്ല, രണ്ട് വീടല്ല. ഓ ശാല അധര സദന ജനാദിയ അടര സിന്ദര ജര അടല സദരഗ സിയതര അടമ സംബല ദരഗടഗസിയ. ഫിനാൻഷ്യൽ മേഖലകളിൽ വലിയ ബ്രേക്ക് ത്രൂ നടക്കട്ടെ. ഫിനാൻഷ്യൽ മേഖലകളിൽ യേശുവിന്റെ നാമത്തിൽ ദൈവസഭയുടെ മേൽ, ദൈവദാസന്മാരുടെ മേൽ, ദൈവമക്കളുടെ മേൽ ഫിനാൻഷ്യൽ മേഖലകളിൽ ചിന്തിക്കാത്ത ബ്രേക്ക് ത്രൂകൾ റിലീസ് ചെയ്യുക. ശബന കസദനവ അടവ സംബരാദര. ഈ നമ്മൾ ഉപസിക്കുന്ന വിഷയത്തിന് വേണ്ടി ആയിരിക്കത്തില്ല കർത്താവ് ഇടപെടുന്നേ. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഒരു ഇളയ കുഞ്ഞിനോടുള്ള ബന്ധത്തിൽ ഒരു വലിയ പ്രയാസം ഉണ്ടായപ്പോൾ 3 ദിവസം ഞങ്ങൾ താമസിക്കുന്ന തറവാട്ടിൽ ഭാര്യാപുരത്ത് പോയി മമ്മിയും പപ്പായും ഞങ്ങളോട് ഉപസിക്കും. ചില ദൈവദാസന്മാരെ വിളിച്ചു. ആദ്യത്തെ വന്ന ദൈവദാസൻ്റെ തോളത്ത് കൈവച്ചിട്ട് പറയുക, ടൗണിൽ നിന്ന് 100 മീറ്റർ മാറി ഒരു വീട് ദൈവം എന്ത് ചെയ്യാൻ പോവാ. ഞാൻ ചിന്തിച്ചടാ, ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിവിടെ ഒരു വീട് എന്ത് ചെയ്താ വെച്ചു. അനിയൻ ഗൾഫിലല്ലേ, ഇനി അവൻ ഈ വീടിൻ്റെ പുറകെ എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ഇപ്പം എനിക്ക് വീടല്ലല്ലോ വേണ്ടിയേ, എനിക്ക് കുഞ്ഞിൻ്റെ സൗഖ്യം. കുഞ്ഞിനെ തൊട്ടേയില്ല. അടുത്ത ദിവസവും വന്ന് ദൈവദാസൻ വെച്ചിട്ട് പറയുക, ഒരു വീട് നിനക്ക് എന്ത് ചെയ്യാൻ പോവാ, തരാൻ പോവാ. അപ്പം ഞാൻ ചിന്തിച്ചു, ഇവരെ അല്ലായിരുന്നു വിളിക്കേണ്ടത്. ചൂടെ ആഴത്തിൽ എന്ത് ചെയ്യുന്നേ ഉണ്ടോ, ചൂട് ആഴത്തി പറയുന്നത്. കാരണം കുഞ്ഞിനെ തൊട്ടില്ല, പക്ഷെ കുഞ്ഞിനെ കർത്താവ് തൊട്ടു. പ്രവാചകൻ കുഞ്ഞിനെ തൊട്ടില്ല, പക്ഷെ ദൈവം എന്ത് ചെയ്തു? 1 വർഷം കഴിഞ്ഞപ്പോൾ
ഒരു ഭൂമിയുടെ കെട്ട് ഒന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഓൺലൈനിലായതുകൊണ്ട് ഞാൻ നെറ്റി പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്ന് ആ പറമ്പി കാല് കുത്തിയപ്പോൾ കർത്താവ് പറയാ, ഇത് നിനക്കാ, ഇത് നിനക്കാ. അപ്പോൾ എല്ലാം കാട് പിടിച്ച് കിടക്കുക. പുല്ലാട്ട് 100 മീറ്റർ മാറി. ഞാൻ ദൈവം പറയാമെന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിലോട്ട് വന്ന് ദൈവം ഇറങ്ങി വന്നെന്ന് പറഞ്ഞെന്നാണോ? അങ്ങനെ പറയുന്നവർ കാണും. എൻ്റെ അടുത്ത് ദൈവം അങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ഉള്ളിൽ തോന്നുക, എനിക്ക് കൊതിയ ദൈവം നേരിട്ട് വന്ന് എന്നോട് എന്ത് ചെയ്യണം. അത് നടക്കുമായിരിക്കും. അത് നടന്നില്ലേലും എൻ്റെ അകത്തെ ബോധ്യം എനിക്ക് എന്ത് ചെയ്യാം. അപ്പം ഞാൻ ഈ അമ്മാമ്മയോട് ചോദിച്ചു, അമ്മാമ്മേ, അച്ഛാ എനിക്ക് ഈ സ്ഥലം കിട്ടിയാൽ കൊള്ളാം, എനിക്ക് ഈ സ്ഥലം കിട്ടിയാൽ കൊള്ളാം. എന്തിനാ മാസം? ഞാൻ പറഞ്ഞു, എനിക്കൊരു വീട് വെച്ച് മേളിലൊരു വലിയ പ്രാർത്ഥനാ ഹാളൊക്കെ അടിച്ച് ഒന്ന് താമസിക്കാനാണ്. അപ്പം അയ്യോ, നമുക്ക് എത്താൻ ഒക്കാത്ത പോലുള്ളത് അഭിനന്ദി ചെയ്യുന്നേ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അത്രയും വേണ്ട, എന്നാൽ ബാക്കി 4 മതി. എനിക്ക് 4 മതി. എന്തുവാലും ദൈവമക്കളെ, ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം അങ്ങ് ഇടപെടാൻ തുടങ്ങി. അതാ, ദൈവം അങ്ങ് ഇടപെടാൻ തുടങ്ങി. ഇപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം വീടിൻ്റെ പണി എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നടന്നുകൊണ്ടിരിക്കുക. അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അതാ ഞാനപ്പം വീട്ടിൽ വന്ന് വൈഫിനോട് ചോദിച്ചു, നീ ആ ദൂത് ഏറ്റെടുത്തായിരുന്നു? ഞാൻ ഏറ്റെടുത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാനത് ഏറ്റെടുത്ത് അന്ന് തൊട്ട് എന്ത് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് വീട് വേണ്ട, എനിക്ക് വീട് വേണ്ട. എനിക്ക് ഇച്ചൂടെ ആഗ്രഹം ദൈവകാര്യം കഴിഞ്ഞാൽ വണ്ടികളോടാണ്. ഒരു ലോൺ തീരുമ്പോൾ അടുത്ത വണ്ടി എന്ത് ചെയ്യണം? അയ്യോ, എൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. പക്ഷെങ്കിൽ അന്ന് വന്ന പ്രവാചകന്മാർ പ്രസൻറ്റിനെ തൊട്ടില്ല, പക്ഷെ ഫ്യൂച്ചറിനെ തൊട്ടു. മനസ്സിലായോ? ചിലപ്പോൾ നീ ചിന്തിക്കുന്ന മണ്ഡലത്തിലല്ലായിരിക്കും കർത്താവ് തൊടുന്നത്, പക്ഷേ ഇന്നിൻ്റെതിനെ തൊട്ടിട്ടാ നാളുകളിലേക്ക് ദൈവം പോകുന്നത്. ഈ 21 ദിവസവും നിന്റെ പ്രസന്റിനെ ദൈവം തൊട്ടില്ലെങ്കിലും നിന്നെക്കുറിച്ചൊരു ഫ്യൂച്ചർ പറഞ്ഞാൽ പ്രസന്റിൽ പ്രവൃത്തി ഉറപ്പാ, പ്രസന്റിൽ പ്രവൃത്തി ഉറപ്പാ. പ്രസന്റിൽ പ്രവൃത്തി ഉറപ്പാ. എന്തോ ദൈവം ഈ അനുഭവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നെങ്കിൽ ഞാൻ പറയാൻ നിന്ന അനുഭവം അല്ല. ഈ പ്രസന്റില് എന്റെ കർത്താവ് നിന്നെ തൊടുകയാ. ഞാനിങ്ങനെ ചിന്തിക്കുന്നേ, കുഞ്ഞിന് വേണ്ടി ഇരുന്നപ്പം ദൈവം ചിന്തിച്ചു, ഈ ബോണസ് കൂടെ എന്ത് ചെയ്തോട്ട് ഇരിക്കട്ടാ. ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ഇരിക്കുമ്പോ കർത്താവ് ഇതുകൊണ്ടല്ല നിന്നെ എഴുന്നേൽപ്പിക്കുന്നത്. അടുത്ത ഒറ്റ കാര്യം കൂടെ നിങ്ങളെ ബലപ്പെടുത്താൻ പറയാം. ഞാൻ മുട്ടയിലിരുന്ന് ഇങ്ങനെ എഴുന്നേറ്റ് എൻജിനീയർ കൊണ്ട് പ്ലാനും എസ്റ്റിമേറ്റ് എല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നിട്ട് എഴുന്നേറ്റപ്പം ഞാൻ ചിന്തിച്ച് എന്തു ചെയ്യണം. അദ്ദേഹത്തോട് ഇപ്പം വേണ്ട, ഇച്ചിരി കഴിഞ്ഞ് മതിയെന്ന് പറയാൻ എഴുന്നേൽക്കുകയും യൂട്യൂബ് അങ്ങോട്ട് ഓണാക്കുകയും ഒരു കർത്തൃദാസൻ ചാടി പ്രസംഗിക്കുന്നതിൻ്റെ ചെറിയൊരു ക്ലിപ്പ്, നിനക്ക് വീടല്ല വീടുകൾ ഞാൻ എന്തു ചെയ്യും, എനിക്കത് മതി. അന്നേരം ഞാൻ വീഡിയോ നിർത്തി. ഞാൻ പറഞ്ഞു, തുടങ്ങിക്കോളാൻ. എത്ര പേർക്ക് മനസ്സിലായെന്നറിയാമോ? ഞാൻ ദൈവത്തോട് ഈ വീടിൻ്റെ പണി എങ്ങനാന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ കൈ തട്ടി ഫോൺ ഓപ്പൺ ആയപ്പോൾ അതിനകത്തൊരു റീല് കിടക്കുക. നീ ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നോട് പറയുന്നു, നിനക്ക് വീടല്ല വീടുകൾ തരും. എനിക്ക് മനസ്സിലായി, ആ ദൂത് എന്നോടാ. ഇന്ന് പകല് ഭവനത്തിന്റെ ഒരു അഭിഷേകം റിലീസ് ആകുന്നുണ്ട്. നീ എവിടെങ്കിലും പോയി വീട് വെക്കുകയല്ല. അഭിഷേകന്മാരെ, പട്ടണത്തിൽ നിങ്ങൾക്ക് വീട് തരത്തക്ക രീതിയിൽ ഹോളി സ്പിരിറ്റ് എന്നോട് ഇത് പറയാൻ പറയുന്നെങ്കിൽ, ഹോളി സ്പിരിറ്റ് എന്നോട് ഇത് പറയാൻ ദൈവം അങ്ങോട്ട് തുടങ്ങിയാൽ ഉണ്ടല്ലോ. അതാ ഞാൻ പറയാൻ പറ്റും. ഞാൻ ആ ഭവനത്തിന്റെ പണി തുടങ്ങിയ പിന്നെ എങ്ങും സഞ്ചരിച്ചിട്ടില്ല, ഒരു രാജ്യത്തും പോയിട്ടില്ല,
ഒരാളോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇന്ന് വരെ സ്റ്റിൽ അത് വർക്കിംഗ്. ഇന്നും ഒരു 10-15 പണിക്കാരുണ്ട്. എന്തിനാ ഞാൻ പറയുന്നത് അറിയുമോ? എന്തോ വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ, കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, പവനത്തിന്റെ ഒരു അഭിഷേകം റിലീസാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സഭയിലെ അഭിഷേകത്തിനോടുള്ള ബന്ധത്തിൽ പവനത്തിന്റെ ഒരു അഭിഷേകം, വീടിന്റെ ഒരു അഭിഷേകം. വീടാദ്യം പൂർത്തിയാകും, വീടാദ്യം പൂർത്തിയാകും. ആത്മാവ് അങ്ങനെ പ്രവചിക്കുക, വീടാദ്യം പൂർത്തിയാകും. അതൊരു അടയാളമാ. ആത്മാവ് എന്നോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. വീടാദ്യം പൂർത്തിയാകുന്നേ, വീടാദ്യം തീരുന്നേ. ഹല്ലേലൂയ. ആത്മാവ് എന്നോട് പറയാൻ പറയുന്നു. എനിക്ക് രണ്ടാമത്തെ കാര്യം അറിയത്തില്ല. രണ്ടാമതാണ് ചർച്ചിൻ്റെ സ്റ്റെപ്പുകൾ നടക്കാൻ പോകുന്നത്. ആദ്യം വീട് പൂർത്തിയാകും. ഈ 10ാം ദിവസം ഒരു പ്രവാചകനാക്കി ദൈവം എന്നെ നിർത്തി. ഈ ദൂത് പറയിക്കുന്നെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതിൻ്റെ ചലനമല്ല, അതിൻ്റെ തുടക്കം നടക്കാൻ പോവാ. അതിൻ്റെ തുടക്കം നടക്കോ. അഭിഷേകത്തിനോട് ചേർന്ന് സ്തോത്രം പറഞ്ഞേ. ഇതിനകത്ത് ദൈവമക്കളുടെ മേൽ അനുഗ്രഹം വെളിപ്പെടുമെന്നേ. ഒരു കൊച്ചപ്പനും വേണ്ട, ഒരു കൊച്ചമ്മയും വേണ്ട, ഒരു നാത്തൂനും വേണ്ട, ഒരനിയനും വേണ്ട, ഒരപ്പനും വേണ്ട. എൻ്റെ അപ്പൻ ഇപ്പോഴും കൃഷിക്കാരനാ. ഇപ്പോഴും വീട്ടിൽ 2-3 പശുവുണ്ട്. എനിക്കൊരു വീട് വെച്ച് തരാൻ അദ്ദേഹത്തിന് കഴിയത്തില്ല. പക്ഷേ എനിക്കതിനെക്കാട്ടി വലിയ ഒരു സ്വർഗീയ അപ്പനുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എന്തെങ്കിലും ദൈവം റിലീസ് ചെയ്തതാ, എന്തെങ്കിലും ദൈവം തുറന്നതാ, എന്തെങ്കിലും ദൈവം ഈ 10ാം പകലിൽ ദൈവം അത് തുറന്നെങ്കിൽ അത് തുറന്നത് തന്നെയാ. ദൈവം അത് തുറന്നെങ്കിൽ തുറന്നത് തന്നെയാ. ദൈവം തുറന്നാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉറപ്പെന്താ? മൊത്തം പ്രതികൂലമായിരിക്കും, മൊത്തം വിഷയമായിരിക്കും. പക്ഷെ മുടക്കം വരത്തില്ല, മുടങ്ങിപ്പോകത്തില്ല. എങ്ങനേലും ഒക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? എല്ലാം അനുകൂലമായിട്ടൊരു കാര്യം ചെയ്യുന്നെങ്കിൽ അതിനകത്ത് ദൈവഗീത ഇല്ല. 100നും 101 പ്രതികൂലമാകുമ്പോഴാണ് ദൈവം അങ്ങോട്ട് ഇറങ്ങി വന്നങ്ങോട്ട് ചലിക്കാൻ തുടങ്ങുന്നത്. ദൈവം അങ്ങോട്ട് ഇറങ്ങി വന്നങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഇന്ന് പകല് ഞാനൊരു ദൂതനെ കാണുകയാ. ആത്മാവ് എന്നോട് അങ്ങനെ കാണിക്കുന്നു. ഒരു ദൂതൻ ഇറങ്ങി വരുന്നു. ചിലതിനെ സെറ്റ് ചെയ്യുന്നു. ആത്മാവ് ദൈവസഭയുടെ മേല് പ്രത്യേകിച്ച് അഭിഷേകത്തിനോടുള്ള ബന്ധത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വരുന്ന ഒരു വെളിപ്പാടോ. അടുത്തൊരു ദൂതിലേക്ക് എന്നെ ദൈവം നടത്തുന്നില്ല, അടുത്തൊരു ആലോചനയിലേക്ക് ദൈവം എന്നെ നടത്തുന്നില്ല. എവിടെ ഉറപ്പിക്കത്തില്ലെന്ന് പറഞ്ഞോ, എവിടെ തരത്തില്ലെന്ന് പറഞ്ഞോ. അടുത്തത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദൈവം ചെറുതല്ല. ചെറുത് ദൈവം തരത്തില്ല. എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് കഴിവില്ല. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഹാമാനോട് ചോദിക്കാൻ കാരണം എന്താണെന്നറിയാം മോനെ? മൊർദെഖായി ചോദിച്ചാൽ എന്തോ ചോദിക്കും. മൊർദെഖായി ചോദിച്ചാൽ ഒരു സെക്യൂരിറ്റിയുടെ പ്രാപ്തിക്കനുസരിച്ച് എന്ത് ചെയ്യത്തുള്ളൂ. പക്ഷെ ഹാമാൻ ചോദിച്ചാൽ അവൻ്റെ നിലവാരത്തിനനുസരിച്ചാ, അവൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചാ, അവൻ്റെ വിലക്കനുസരിച്ചാ. എത്ര പേർക്ക് മനസ്സിലായി?
പക്ഷെ സെക്യൂരിറ്റിയെ ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുന്നത് സെക്യൂരിറ്റിയുടെ സ്റ്റാൻഡേർഡിനനുസരിച്ചല്ല, സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച. ദൈവം ഇങ്ങനെ പറയാ, ശത്രുവിന്റെ വായ ദൈവം എടുക്കാൻ പോവാ. നിനക്ക് നേരെ കഴുകുമരം ഒരുക്കിയവന്റെ വായ ദൈവം എടുക്കാൻ പോവാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? രാജാവ് മാനിക്കാനിരിക്കുന്ന പുരുഷൻ. അപ്പം ഞാനിങ്ങനെ ദൈവം എന്നോട് കഴിഞ്ഞ ദിവസം ഇടപെട്ട ദൂത്, പക്ഷെ ഇപ്പൊ ഇത് ഈ ആലോചന ഫ്രഷ് ആയിട്ട് അത് കർത്താവ് എനിക്ക് കൈമാറുന്നേ. ഹാമാനെ കൊണ്ട് പ്രവചിപ്പിക്കുക. ഹാമാനെ കൊണ്ട് എന്ത് ചെയ്യുക? സംസാരിപ്പിച്ചെന്ന് പറയാനൊക്കത്തില്ല അമ്മച്ചി. നാളെ നടക്കുന്ന കാര്യം ആര് പറയുന്നേ? ഹാമാൻ പറഞ്ഞു. അപ്പം പ്രവചനമല്ലേ? നാളെ നടക്കേണ്ട കാര്യം ആണോ ദൈവം പ്രവചിപ്പിക്കുന്ന കാര്യമുണ്ടാ? ശത്രുവിനെ കൊണ്ട് കൊട്ടാരത്തിനകത്ത് പ്രവചിപ്പിക്കുക. ആർക്കു വേണ്ടി? വെളിയിൽ നിൽക്കുന്ന ദൈവം വലിയവനാണോ? ഭക്തിക്ക് വിലയുണ്ടോ? ഭക്തിക്ക് വിലയുണ്ടോ? ഭക്തിക്കേ വിലയുള്ളൂ. ഒത്തിരി സെക്യൂരിറ്റിമാർ ഇവിടെ ഉണ്ട്, യഹൂദയിൽ നിന്ന് വന്നേ. പക്ഷെ ഇവ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ദൈവത്തെ വിട്ടൊരു കളിയില്ല. എൻ്റെ ദൈവത്തെ വിട്ടൊരു കളി. ഭക്തിക്ക് വിലയുണ്ടോ? ഉണ്ടോ? നിന്റെ ദാസൻ, എൻ്റെ ഭർത്താവ് പറ, യഹോവ ഭക്തനാ. പക്ഷേ കള്ളന്മാര് അല്ല, കടക്കാര് വന്ന് മക്കളെ എന്ത് ചെയ്യാൻ പോവാ? ഭക്തൻ മരിച്ചു, ഭക്തി മരിച്ചില്ല. ഭക്തി മരിച്ചില്ല കേട്ടോ. ഭക്തൻ മരിച്ചു, ഭാര്യയ്ക്ക് ഉറപ്പാ. സത്യം പറയാൻ നല്ല വീട് വെച്ച് കൊടുത്തില്ല, നല്ല സാഹചര്യമൊന്നും ഒരുക്കിയില്ല. പക്ഷേ ചേർന്ന് നിന്ന ഭാര്യയ്ക്കറിയാം എൻ്റെ ഭർത്താവ് ഭക്തനാ. അതാ സാക്ഷ്യം. നോട്ടീസിലുള്ള പേരല്ല. സ്വന്തം ഭാര്യ പറയുക എൻ്റെ ഭർത്താവ് ഭക്തനാ. സ്വന്തം ഭർത്താവ് പറയും എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നതാ. സ്വന്തം കുഞ്ഞുങ്ങൾ പറയും എൻ്റെ അപ്പനും അമ്മയും വിശ്വസ്തരാ. അതിനപ്പുറം ഒരു സാക്ഷ്യം ലോകത്തിലെ ആർക്കും തരാൻ കഴിയത്തില്ല. നയമാനോട് മിണ്ടാത്ത ഏലിശയ്ക്ക് മിണ്ടാതിരിക്കാൻ ഒക്കത്തില്ല കേട്ടോ. നയമാന്റെ മുമ്പിൽ വെളിപ്പെടാൻ ഏലിശയ്ക്ക്, ഏലിശ ഒരു നിമിഷത്തിന് അറസ്റ്റ് ഉണ്ടോ? ഒരു ഭക്തൻ ഈ സ്ത്രീയുടെ മുമ്പിൽ ഒരു സമയത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയി. ഒറ്റ നിപ്പ ഏലിശയ്ക്ക് എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. അവളുടെ ഇവിടെ ഇവന്റെ കണ്ണിലേക്ക് വന്നപ്പം അവൾ പറഞ്ഞ ഭക്തി, ദൈവത്തെക്കുറിച്ച് തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞപ്പം ഏലിശയ്ക്ക് പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് വെക്കുന്നില്ല. മനസ്സിലാകുന്നോ? കർത്താവ് നിൽക്കുന്നു. ഇന്ന് പകൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. നേരെ കല്ല് തൻ്റെ നേരെ വരിക. പെട്ടെന്ന് സ്തേഫാനോസ് എവിടോട്ട് നോക്കി? പ്രോട്ടോക്കോൾ അനുസരിച്ചേ SI വന്ന കോൺസ്റ്റബിൾമാർ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് സല്യൂട്ട് അടിക്കണം. CI വന്ന SI എന്ത് ചെയ്യണം? വലിയ ദൈവം ഈ ചെറിയവൻ്റെ മുമ്പിൽ എഴുന്നേറ്റെന്ന് മനസ്സിലായോ? ഇവൻ നോക്കുമ്പം യേശുപ്പൻ അങ്ങ് എഴുന്നേക്കുക. ഇവനങ്ങ് നോക്കുമ്പോൾ യേശു കർത്താവ് അങ്ങ് എഴുന്നേക്കുക. കാരണം സ്തേഫാനോസിനെ അത്ര ദൈവത്തിന് പിടിച്ചു. ഇന്ന് പകല് ദൈവം പറയുക, ദൈവം പിടിച്ച ചിലർ ഇതിനകത്തുണ്ട്. ദൈവം അങ്ങ് എഴുന്നേറ്റിട്ടുണ്ട്. കർത്താവ് അങ്ങ് എഴുന്നേറ്റിട്ടുണ്ട്. ഞാനത് കാണുക.
ഒരു പ്രവചനം പറഞ്ഞു പോകാനല്ല ദൈവം എന്നെ ഇവിടെ വിട്ടേക്കുന്നത്. ഇന്നും പകല് അതിൻ്റെ ഒരു സ്ഥാപനം ഇവിടെ നടക്കണം. അതിൻ്റെ ഒരു തുടക്കം ഇവിടെ ഉണ്ടാകണം. കർത്താവ് എഴുന്നേറ്റിട്ടുണ്ടെന്നേ, ദൈവം എഴുന്നേറ്റിട്ടുണ്ടാ. അടബല സന്ദര ജനാദര ദിയാല അടല സന്ദര ദരാദിയാലാസിയ ആലബല ബാലാദരാദല അടല ബശദര ദാരദിയ ഓ ദല ശദര ജാര. ആമേൻ ആമേൻ. തൻ്റെ നേരെ കല്ലിന് ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോഴും തൻ്റെ ശരീരം കീറി രക്തം പുറകോട്ട് കണ്ട അന്ന് തൊട്ട് ആ സ്വപ്നത്തിലേക്ക് പ്രതിസന്ധി നീ വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറുക. നീ വാഗ്ദത്തത്തിലേക്ക് നടന്നു കയറുക. ഈ ഏറ്റവും വലിയ പോരാട്ടം എവിടാന്നറിയാമോ? ഈ ഉയർച്ച പറയുന്നിടത്ത. ഉയർച്ച പറയുന്നിടത്ത വലിയ വിഷയം. ദൈവമക്കളെ, ഒരു സഭ ബ്ലെസ്സിങ് പറഞ്ഞാൽ അത് വലിയ വിഷയമാണ്. ഈ യോസഫ് കണ്ട സ്വപ്ന സഹോദരന്മാരുടെ മേളിൽ നിൽക്കുന്ന അതിനോടാ വിഷയം. മനസ്സിലായോ? സഹോദരന്മാരുടെ മേളിൽ, സഹോദരന്മാരുടെ താഴെ ഒരു സ്വപ്നം കണ്ട വിഷയമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇവൻ സഹോദരന്മാരുടെ മേളിലോട്ടായി സ്വപ്നം കാണാൻ തുടങ്ങി. നിന്നോടുള്ള ദൂത് ഓടിനറിയാവുന്ന വിഷയമില്ല. നിന്നോടുള്ള ദൂത് മറ്റുള്ളവരുടെ മേളിൽ നിൽക്കുമെങ്കിൽ അവിടം തൊട്ട് നിന്നോട് പോരാട്ടം തുടങ്ങും. നിന്റെ ശുശ്രൂഷ കോൺകർ ചെയ്യുന്നതാണെങ്കിൽ, നിന്റെ ശുശ്രൂഷ പടർന്നു പന്തലിക്കുന്നതാണെങ്കിൽ, നിന്റെ ശുശ്രൂഷ അടബന ശദനാജ അടരഗ സിയദര രഗടഗ സിയ അദനജ രഗടഗ സിയ ദരഗടഗ സിയ അടര സദര. സത്യം പറഞ്ഞ സ്വപ്നം കാണാൻ വേണ്ടി യോസഫ് ഉറങ്ങിയതാണോ? അല്ല. അതാ ഈ ഭയങ്കര ദൈവത്തിൻ്റെ ഇടപെടൽ. ഈ പ്രാപിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴൊന്നും അങ്ങനെ എന്ത് ചെയ്തില്ല. ഈ ശരിയായിരിക്കണം രഞ്ജിത്ത് ഭാഷ, എനിക്കറിയത്തില്ല. ഞാനിതൊന്നും പ്രാപിച്ചതല്ല. കർത്താവ് എവിടൊക്കെയോ എന്ത് ചെയ്താ തന്നതാ. പ്രാപിക്കാൻ ഇരുന്നതൊക്കെ ദൈവപ്രസൻസിൽ ഇരുന്നു. പക്ഷെ അന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല. പലരുടെ അനുഭവം ഒന്നെടുത്ത് ചിന്തിച്ചേ. പിന്നെ നമ്മൾ ചുമ്മാതെ ഞായറാഴ്ച സാക്ഷ്യം പറയും, പിടിച്ചു മേടിച്ചു, ഉരുട്ടി മേടിച്ചു, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ അതൊന്നും അല്ല. ഈ സ്വപ്നം കാണാൻ വേണ്ടി കിടന്നാന്നോ? അതായി കൃപയെന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലൊക്കെ എത്ര മിടുക്കരുണ്ടായിരുന്നു. +2 തോറ്റ രണ്ടാമത് എഴുതി ജയിച്ച് എന്നെ ദൈവം വിളിച്ചു. അത് പറയത്തില്ല. അത് ഞാൻ പറയാം. +2 തോറ്റ കാര്യം പറയത്തില്ല. പിന്നെ ഞാൻ പറയുന്നത് എന്താ, എനിക്ക് തിയോളജിയിൽ ഇത്ര ഡിഗ്രി, പക്ഷെ വിളിച്ചപ്പോൾ ഇതില്ലായിരുന്നു. വിളിച്ചപ്പോൾ തോറ്റ് ജയിച്ചത് നിൽക്കുക. മിണ്ടുന്നില്ല. അവിടുന്ന് ദൈവം എന്ത് ചെയ്തേ? ഇന്ന് പകൽ എത്ര പേർക്ക് മനസ്സിലാകുന്നു? അതാ ഈ കൃപയെന്ന് പറയുന്നേ. കിടന്നുറങ്ങിയപ്പം ഉപസിച്ച് 21-ാം ദിവസം വെളിപ്പാട് കിട്ടുമായിരുന്നോ? അല്ല. ചുമ്മാ ഒരു ദിവസം രാത്രി ആഹാരം കഴിച്ചിട്ട് കയറി കിടന്ന് എന്ത് ചെയ്താ? ഉറങ്ങിയതാ. ഈ അടുത്ത പ്രവാചകനാകാനാണോ ശമൂവേലിനെ ഏലിയുടെ അടുത്തോട്ട് കൊണ്ടുവിട്ടേ? അല്ല. ചുമ്മാത് പകല് ഏലിയുടെ മക്കളുടെയൊക്കെ വഴക്ക് കേട്ടിട്ട് ചുമ്മാത് പോയി എന്ത് ചെയ്താ? വെറുതെ കിടന്ന രാത്രി ഒരു വിളി, ശമൂവേലേ, സത്യം പറഞ്ഞ
ആരാ വിളിക്കുന്നത് ആർക്കറിയത്തില്ല. അതുവരെ അങ്ങനെ വിളിക്കുന്നത് ആരേ ഉള്ളൂ? ഏലിയേ ഉള്ളൂ. അവൻ ഓടി ആരുടെ അടുത്ത് ചെല്ലുക? സത്യം പറയാം, നമ്മുടെ ജീവിതം അതല്ലേ. പിന്നെ ഇപ്പം പറയാം, ദൈവം എനിക്ക് മാർമിക സത്യങ്ങളെ വെളിപ്പെടുത്തി. ഞാൻ ഇരുന്നപ്പോൾ ആർക്കും വെളിപ്പെടാത്ത വെളിപ്പാട്, അതൊക്കെ ചുമ്മാതാ, അതൊക്കെ ആർക്കും വെളിപ്പെടാത്തൊന്നുമല്ല. സിമ്പിളായിട്ട് കർത്താവ് എന്ത് ചെയ്താ? പച്ചയായ മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുക? ഉൾക്കൊള്ളുക. കാരണം അവൻ ഓടി ചെല്ലുക. ഞാൻ ദൈവമക്കളോട് സത്യം പറയാം, ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞാൽ ഞാൻ സ്റ്റെപ്പ് വെക്കത്തില്ലായിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചത് ഇറങ്ങിയാൽ പിന്നെ എല്ലാ സുഖം പരിപാടി എന്നുള്ള രീതിയിലാണ്. ഈ 17 വയസ്സ് 40-ാം വയസ്സ് ഞാൻ ഇപ്പം ചിന്തിക്കുക, ദൈവമേ പണ്ടൊക്കെ പ്രസംഗിച്ചത് എന്തോ പൊട്ടത്തരങ്ങളാ. എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, എന്തോക്കെ അബദ്ധങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ അബദ്ധങ്ങളെല്ലാം ദൈവകൃപ അങ്ങ് ഇറങ്ങി. ഇന്ന് സത്യം പറയുമ്പോൾ അത്ര ഇറങ്ങുന്നില്ല. അന്ന് എൻ്റെ മണ്ടത്തരത്തിലെല്ലാം ദൈവം എന്ത് ചെയ്തു? എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഇന്ന് ചിന്തിക്കുമ്പം ഞാനേ ഞങ്ങളുടെ ഈ പാരമ്പര്യ സഭയിൽ പോയി പ്രസംഗിച്ചാലും ആശാര്യോപദേശിയുടെ ശുശ്രൂഷയെ രക്ഷിക്കപ്പെട്ട ഒരാൾ കാണും. ആശാര്യോപദേശം കേട്ടുണ്ടോ? ഇന്ന് ഈ തിയോളജി പറഞ്ഞ് കുറ്റം പറയുന്നവന്മാര് എത്ര പേരെ കൊണ്ടുവന്നു. ആശാര്യോപദേശിയുടെ പ്രസംഗം നമ്മൾ കേട്ടാൽ ചിരിച്ചു പോവും. പക്ഷെ ഏത് സഭയിലും, കോട്ടയത്തും കാണും, 100 കണക്കിന് പേര് കാണും. ഇപ്പൊ കഴിഞ്ഞ തലമുറയിലെ കാലം പറഞ്ഞേ, ആശാര്യോപദേശിയുടെ ശുശ്രൂഷയിൽ രക്ഷിക്കപ്പെട്ട ഒന്നേരും ഒരു സഭ കാണും. അല്ലെ ആ പ്രസംഗം കേട്ടവർ കാണും. അദ്ദേഹം എന്തോ മാർമിക സത്യം വിളിച്ചു പറഞ്ഞിട്ടാ. അദ്ദേഹത്തിൻ്റെ അകത്തൊരു ദൈവശക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അകത്തൊരു ദൈവകൃപയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏഷ്യയുടെ ഏലിയാവെന്ന് പറഞ്ഞൊരു ബുക്ക് ഞാൻ വായിച്ചു. ഒന്ന് വായിക്കണം. കല്യാണം നടക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര മഴ, മുറ്റത്ത് തീ കൂട്ടി ആഹാരം പാചകം ചെയ്യുക. അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഇങ്ങനെ സ്വർഗത്തോട് നോക്കി ഒരു കാര്യം, ദൈവമേ ഒരു മറ്റേ പരിപാടി എന്നോട് എന്ത് ചെയ്യരുത്. അങ്ങനെ തന്നെയാ, അങ്ങനെ എഴുതിയേക്കുന്നു. അങ്ങനെ പറയാം അദ്ദേഹം, എന്നോട് കാണിക്കല്ലെന്ന്. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ്. ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയെന്ന് പറയാനൊരു തൻ്റെ ഇടം. നമ്മൾ ഈ അഡ്രസ്സൊക്കെ പറയുമ്പോൾ ഏലിയ ഒറ്റ അഡ്രസ്സിൽ ഒതുക്കി, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ വ്യാഖ്യാനിക്കുന്നവരല്ല, ഏറ്റു പറയുന്നവർ അതുപോലെ പറഞ്ഞില്ലേ അവരെ വായി വരുന്ന എല്ലാം പറഞ്ഞെന്ത് ചെയ്യും? ഇറക്കി വിടും. പക്ഷെ അദ്ദേഹവും ദൈവവുമായുള്ള ബന്ധം, മഴ അവിടെ നിന്നു. നല്ലായിട്ട് സംസാരിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് എന്താ മഴ നിൽക്കാത്തെ? നല്ലായിട്ട് സംസാരിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് എന്താ കാറ്റടങ്ങാത്തെ? നല്ലായിട്ട് സംസാരിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് എന്താ പാലം ഇടിഞ്ഞ മനുഷ്യൻ വെള്ളത്തിൽ പോകാത്തെ? പ്രസംഗത്വത്തിൻ്റെ പോഷത്വമാ, ജ്ഞാനത്തിൻ്റെ കുറവാ. പക്ഷെ വ്യാപരിച്ച ദൈവശക്തി. ഈ തലമുറയ്ക്ക് വേണ്ടത് ജ്ഞാനമുള്ള കുറെ പുറത്തു വരികയല്ല, ഭാഷാശുദ്ധിയുള്ള കുറെ പുറത്തു വരിക. ഇതിലൊക്കെ വന്നോട്ടെ. ദൈവശക്തിയെ വഹിക്കുന്ന, കർത്താവിനോട് പോലും ചോദിക്കാൻ കഴിയുന്ന, കോട്ടയം പട്ടണത്തെ നിങ്ങൾ കീഴടക്കും, കേരളത്തെ നിങ്ങൾ കീഴടക്കും, ഇന്ത്യയെ നിങ്ങൾ കീഴടക്കും, ലോക രാജ്യങ്ങളെ കീഴടക്കും. കാരണം അത്ര വലിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അത്ര വലിയൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഇപ്പോഴായി ശക്തരെന്ന് നമ്മുടെ തെറ്റിദ്ധാരണയാ. ഇന്ന് ശക്തരായ ദൈവദാസന്മാരും നമ്മുടെ തെറ്റിദ്ധാരണയാ. അന്ന് ഈ നവമാധ്യമങ്ങളില്ലായിരുന്നു. പെന്തക്കോസ്ത് ചരിത്രം എടുത്ത് പരിശോധിക്കുക. ഒരപ്പച്ചൻ ഊടുവഴിയിലൂടെ പോവാ, ഒരാനക്കാരനും പാപ്പാനും വരിക. ഈ ഉപദേശിയെ ഒന്ന് പറ്റിക്കണമെന്നോർത്ത് പാപ്പാൻ ആനയെ ഇളക്കി യേശുവിൻ്റെ നാമത്തിൽ കൊമ്പ് കുത്താൻ പറഞ്ഞിട്ട് ഉപദേശി കയറിപ്പോയി. ആ കൊമ്പ് ആനയ്ക്ക് ഊരാൻ ഒത്തിട്ടില്ല. ഈ തലമുറയിൽ അങ്ങനെ അത്ഭുതം ചെയ്ത ആരുണ്ട്? എന്നോട് പറ. നമ്മുടെ അപ്പച്ചന്മാരുടെ കാര്യം പറഞ്ഞേ. പെന്തക്കോസിനെ ഇറങ്ങി തിരിച്ച കേരളത്തിലെ പിതാക്കന്മാരുടെ കാര്യം പറഞ്ഞേ. അവർക്ക് നല്ല മുണ്ടില്ലായിരുന്നു, അവർക്ക് നല്ല ഉടുപ്പില്ലായിരുന്നു.
ഇന്നത്തെ പോലെ മാർക്കറ്റിംഗ് തന്ത്രവും അവർക്കറിയത്തില്ലായിരുന്നു. പക്ഷേ അവരുടെ അകത്ത് ചലിച്ചൊരു അഭിഷേകം, അവരുടെ അകത്ത് ചലിച്ചൊരു ദൈവകൃപ, അതിന്റെ 100-ലൊന്നും നമുക്കില്ല, അതിന്റെ 100-ലൊന്നും എനിക്കില്ല. IPC കുറ്റം പറയും. IPC പലമായിട്ട്, ഞാൻ IPC ഒരു പാസ്റ്റർ. പക്ഷെ കെ എബ്രഹാം സാറിന്റെ അനുഭവ സാക്ഷി എഴുതണം. ഒറ്റത്തോ അതിനപ്പുറത്തോ പിന്നെ മൂർഖം കടിച്ച് കരിനീലിച്ച് കിടക്കുന്ന ഒരു കൊച്ച് ഉപദേശിയെ അടിക്കാൻ ആള് നിൽക്കുക, അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ആ കൊച്ചിനെ സൗഖ്യമാക്കി. ഇത് ലിറ്ററലായിട്ട് നിങ്ങൾ ചരിത്ര പുസ്തകങ്ങള് പെന്തക്കോസ്തിന്റെ ചരിത്രം കേരളത്തിലെ പരിശോധിച്ചേ. ഇന്ന് ശക്തി കുറവാന്നേ ഞാൻ പറയത്തുള്ളൂ. നമ്മുടെ അപ്പച്ചന്മാരിന് വ്യാപരിച്ച ശക്തി അതിന്റെ ഇരട്ടി മടങ്ങി വരണം. അവർക്ക് നമ്മുടെ അത്ര അറിവില്ലായിരുന്നു, നമ്മുടെ കൂട്ട് വാഹനമില്ലായിരുന്നു, നമ്മുടെ കൂട്ട് സെറ്റപ്പോ ഗെറ്റപ്പോ ഇല്ലായിരുന്നു. പിടിച്ചു നിർത്താനുള്ള അധികാരം ഉണ്ടെന്നേ. ശക്തി വെളിപ്പെടുന്ന ആരും ചിന്തിക്കല്ലേ. നമ്മളൊരു കൊണിശത്തിൽ നിൽക്കുന്നേ ഉള്ളൂ. ഈ ദേശത്തെ പിടിച്ചു നിർത്തത്തക്ക രീതിയിൽ വ്യക്തമായി ദൈവപ്രവൃത്തിയെ ചലിപ്പിക്കത്തക്ക രീതിയിൽ ദൈവസഭയെ ദൈവം ഉപയോഗിക്കും. അതും ഇതുമല്ല, അവ്യക്തമായ സംഭവങ്ങളല്ല. വിമർശിക്കുന്നവർക്ക് തിരിച്ചു മറുപടി ഇല്ലാത്തതുപോലെ വ്യക്തതയോടെ ദൈവസഭയ്ക്ക് വേണ്ടി, അഭിഷേകത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ വർഷിപ്പിന്റെ തലത്തിനപ്പുറം, വർഷിപ്പിന് നിയോഗം തരുന്ന ദൈവദാസന്മാർ ചിന്തിക്കുന്നതിനപ്പുറം ഒരാത്മമേഖലയെ നമ്മൾ ആക്ടിവേറ്റ് ആക്കി നിർത്തണം. അങ്ങനെ ദൈവസഭ കയറി വരണം. 7-8 മണിക്കൂർ അന്യഭാഷ പറഞ്ഞാലും കൊതി തീരാത്തതുപോലെ ആത്മലോകത്തെ ചലിപ്പിക്കുന്നവർ ദൈവസഭയിൽ എഴുന്നേൽക്കണം. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എനിക്കൊരു മാറ്റത്തിന് വേണ്ടിയാ. ദൈവം ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ച ദൂത് അതുമാത്രമാ. ദൈവസഭയോട് പറ, ദൈവമക്കളോട് പറ, എനിക്കൊരു മാറ്റം തരണേ, എന്റെ ചിന്താഗതിക്കൊരു മാറ്റം തരണേ, എന്റെ കാഴ്ചപ്പാടിനൊരു മാറ്റം തരണേ. ഭൗതികതയിൽ ഒരു തൃപ്തി, ആത്മീയതയിൽ 1% പോലും എന്ത് ചെയ്യരുത്, തൃപ്തി ഉണ്ടാകരുത്. കണ്ണടയ്ക്കാം. യേശുവേ എന്നൊന്ന് വിളിക്കാം, യേശുവേ എന്നൊന്ന് വിളിക്കാം, യേശുപ്പാന്നൊന്ന് വിളിക്കാം. സദന ദൈവമക്കളെ, നട്ടല്ലോടെയും ചങ്കിന് കൈവച്ച് ഞാൻ പറയട്ടെ, പൊക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എന്നെ നയിച്ചതുപോലെ ഞാൻ പോയി. ഒരു പ്രസംഗം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലും അല്ല ഞാൻ നിന്നെ. നാളെ ഒരു വേദി ലഭിക്കണമെന്നൊരു ചിന്ത എനിക്കില്ല. സദന എനിക്കെന്തിനേക്കാളും വലുത് കർത്താവാ. നിങ്ങൾ ലൈഫ് പാർട്ട്ണറെ തിരയുകയാണോ? പക്ഷെ തിരയുന്നത് ശരിയായ സ്ഥലത്താണെന്ന് ഉറപ്പാണോ? എങ്കിൽ മലയാളിഷാദി.com ട്രൈ ചെയ്ത് നോക്കൂ. അതിന് 3 കാരണങ്ങൾ ഞാൻ തരാം. ലക്ഷക്കണക്കിന് വെരിഫൈഡ് പ്രൊഫൈൽസ്, 1000-കണക്കിന് ആളുകൾ ദിവസം രജിസ്റ്റർ ചെയ്യും. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്നും നൽകുന്ന 20 പ്രൊഫൈൽ റെക്കമെൻഡേഷൻ. അപ്പോൾ മലയാളിഷാദി.com ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളെ കർത്താവ് തൊടുക. ഹല്ലേലൂയ. തൊടുവാന്ന് എനിക്ക് പറയാൻ, കർത്താവ് തൊട്ടിരിക്കുക. ആ മഹത്വത്തിലേക്ക് ദൈവസഭ മൂവ് ചെയ്യണം. ഇതുവരെ വെളിപ്പെടേണ്ട ഗ്ലോറി വെളിപ്പെട്ടിട്ടില്ല കേട്ടോ. ഇതുവരെ നമ്മുടെ മേൽ വെളിപ്പെടേണ്ട ഗ്ലോറി വെളിപ്പെട്ടിട്ടില്ല. ഇത്ര
ഇത്രയും മർമ്മങ്ങൾ അറിയാത്ത, ഇത്രയും വചനപാണ്ഡിത്യമില്ലാത്ത, ഇത്രയും കഴിവോ മിടുക്കോ ഇല്ലാത്ത നമ്മുടെ അപ്പച്ചന്മാര് അവര് പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചതുപോലെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ആത്മതലം തുറന്നു വരട്ടെ, അഭിഷേകം തുറന്നു വരട്ടെ. ഞാനേ ആ ഭവനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാനൊരു ദൂതനെ കണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുക. അന്നേരം ഒരു ശക്തമായ പ്രസൻസ് ഞാൻ കണ്ടായിരുന്നു. അന്നേരം ഒരു ശക്തമായ മൂവ് ഞാൻ കണ്ടായിരുന്നു. പ്രാരംഭ സമയം തൊട്ട് ഞാൻ ദൈവത്തിൻ്റെ ഗ്ലോറി അനുഭവിച്ചെങ്കിലും ആ സമയത്ത് ഒരു അസാധാരണ മേഖലയിൽ എൻ്റെ ശരീരം ചലിച്ചായിരുന്നു. എന്തിനാ ഞാനത് വീണ്ടും പറയുന്നതെന്നറിയാമോ? എനിക്ക് നിങ്ങളെ ചലിപ്പിക്കണ്ട, എനിക്ക് നിങ്ങളെ ചലിപ്പിക്കണ്ട. പക്ഷേ ദൈവം നിങ്ങളെ ചലിപ്പിച്ചിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ നിങ്ങളത് കാണും, അത് നിങ്ങൾ അറിയും. ആ സ്ഥലത്തിൻ്റെ വീടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു സ്ക്വയർ പ്ലോട്ടും ദൈവം എന്നെ കാണിച്ചായിരുന്നു. പിന്നെ ഞാനത് മറന്നു പോകും. അതുകൊണ്ടാണ് ഇപ്പം പറയുന്നത്. അത് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം. അത് ദൈവം പറഞ്ഞുകൊണ്ട് പറയുക. അത് ഈ 10-ാം പകൽ വിടുതലായി മാറിയിട്ടുണ്ട്. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ അപ്പ, ഈ സാന്നിധ്യം പോരാന്ന് പറ, ഈ സാന്നിധ്യം പോരാന്ന് പറ, ഈ മഹത്വം പോരാന്ന് പറ. അതിരം തുറക്കാൻ കഴിയുന്നവർ അതിരം തുറന്നോണം. ആത്മാവിനോട് പ്രതികരിച്ചോണം, അഭിഷേകത്തോട് പ്രതികരിച്ചോണം. പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് വീണ്ടും പറയുക. എനിക്കങ്ങ് കരയാൻ തോന്നുന്നു ദൈവമക്കളെ, എനിക്കങ്ങ് കരയാൻ തോന്നുക. എന്താന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയാം നിങ്ങളുടെ കണ്ണുനീര് ദൈവം തുടയ്ക്കുക. ദൈവസഭയുടെ അടുത്ത മുഖം ദൈവം ഓപ്പൺ ആക്കുക. ദൈവസഭയുടെ അടുത്ത മുഖം അതൊരു സാമ്പത്തിക മണ്ഡലത്തിലുള്ള വിടുതല, സാമ്പത്തികമായ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ദൈവസഭയിൽ നടക്കും കേട്ടോ. ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ. ആ റിലം ദൈവം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സാമ്പത്തിക മണ്ഡലത്തിന്മേലൊരു തലം, അഭിഷേകത്തിന്റെ മേൽ ദൈവം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ദൈവം എന്നോട് അങ്ങനെ പറയാൻ പറയുന്നു. ദൈവദാസന്മാരെ, കർത്തൃദാസനോട് ചേർന്ന് നിൽക്കുന്ന ദൈവദാസന്മാരെ, നിങ്ങളുടെ മേൽ ഒരു വലിയ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ കർത്താവ് ഇന്ന് പകൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വിപ്പാസ കഴിവല്ല. ആ ദൂതൻ ഇറങ്ങിയത് ഞാൻ കണ്ടോണ്ടാ. ആ ദൂതന് ഫിനാൻഷ്യലി നിങ്ങളെ സഹായിക്കാൻ ആ ദൂതൻ ഇന്നു പകൽ കടഭാരമുള്ളവർ യേശുവെന്ന് വിളിച്ചാട്ട്, അടുത്ത ദിവസം എങ്ങനെയാകുമെന്ന് ചിന്തിക്കുന്നവർ യേശുവെന്ന് വിളിച്ചാട്ട്, നിങ്ങളുടെ നാവിൽ ദൈവം തരുന്ന ബലത്തോട് പ്രതികരിച്ചാട്ട് ഒരു വലിയ വിടുതല, ഒരു വലിയ വിടുതല, ഒരു വലിയ വിടുതല. നിന്റെ നാവിൽ ഇപ്പോൾ തരുന്ന ഭാഷ അത് വിടുതലിന്റെ ഭാഷയാ, അത് സാമ്പത്തിക ബ്രേക്ക് ത്രൂവിന്റെ ഭാഷയാ, അത് ഉയർച്ചയുടെ ഭാഷയാ, അത് കെട്ടിനെ അറുത്ത് കളയുന്ന ഭാഷയാ. പ്രാപിക്കുക, 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 പ്രാപിക്കുക. ഇത് ദേശശക്തിയുടെ സമയമല്ല, പട്ടണഭൂത ശക്തിയുടെ സമയമല്ല, ഇത് ആഭിചാരകന്റെ സമയമല്ല, ഇത് മന്ത്രവാദിയുടെ സമയമല്ല, ഇത് ദൈവസഭയുടെ സമയമാ. ലൈഫ് ബ്ലെസ്സിംഗ് ചർച്ചിന്റെ സമയമാ. ഇത് അഭിഷേകന്മാരുടെ സമയമാ. ഓ തീയ 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 ഒന്നൊന്നിലേക്ക് കത്തിപ്പിടിക്കട്ടെ, ഒന്നൊന്നിലേക്ക് കയറി പിടിക്കട്ടെ. ഓ
അടുത്തൊരാത്മമേഖല, അടുത്തൊരാത്മമേഖല, അടുത്തൊരാത്മമേഖല. നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തെ ദൈവം മാറ്റുക. നിന്റെ കുടുംബത്തിന്റെ കെട്ടിനെ ദൈവം അറക്കുക. പിന്തുടരുന്ന ചില പിന്തുടർച്ചകളെ ദൈവം വെട്ടിക്കളയുക. പ്രാപിക്കുക, 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 പ്രാപിക്കുക. ആ ബ്ലെസ്സിങ്ങിനെ സ്വീകരിക്കുക. മനുഷ്യൻ തന്ന പരിധിയുണ്ട്, മനുഷ്യൻ തന്ന പരിധിയുണ്ട്. ദൈവം തുറന്ന, ദൈവം തുറന്നാ. Holy angels, holy angels, holy angels, we go. Oh, we love you, Lord. We love you, Lord. We love you, Lord. Alaba Shandara Jaradia, Udabala, Udabala Shandara Jara, Udabala Balaba Shandara Balaba. Adabala balaba shadana nabasiya, udala shandana jaradia. Adaba shandara gadagasiya, ada shambara daradia.